ഹായ്, എൻ്റെ പേര് ടി ജെ എബ്രഹാം. ഞാൻ ഐലേൺ IAS അക്കാഡമിയുടെ ഡയറക്ടറാണ്. 2015 തൊട്ട് ഐലേൺ IAS അക്കാഡമി കോച്ചിങ് മേഖലയിലുണ്ട്. ഏകദേശം 343 സ്റ്റുഡൻസിനെ ഐലേൺ IAS അക്കാഡമിയുടെ സപ്പോർട്ടോടെ സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിലുള്ള പല കളക്ടേഴ്സും സബ് കളക്ടേഴ്സും ഐലേൺ IASൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ കയറുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചാണ്. കാരണം ഒരു 10 ലക്ഷം പേര് ഒരു വർഷം എഴുതുന്നു. അതിലൊരു 1000 വേക്കൻസികളായിരിക്കും ഓരോ വർഷം ഉണ്ടാവുക. അതിൽ തന്നെ നമ്മുടെ ഏറ്റവും കവറ്റഡ് ആയിട്ടുള്ള ഒരു IAS കിട്ടണമെങ്കിൽ ഒരു ടോപ്പ് 100 വരണം. പലവരും അവരുടെ സെക്കൻഡ് ആൻഡ് തേർഡ് അറ്റംപ്റ്റിലാണ് റാങ്ക് ലിസ്റ്റിൽ കയറുക. പക്ഷെ ഇവിടെ ഒരു ചെറിയ ശതമാനം കുട്ടികൾ അവരുടെ വെരി ഫസ്റ്റ് അറ്റംപ്റ്റ്, അത് ഒരു വർഷം കോച്ചിങ്ങും ഒരു വർഷം പരീക്ഷ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ കയറുന്നുണ്ട്. ലാസ്റ്റ് 10 ഇയേഴ്സിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ വർഷവും ഐലേൺ IAS അക്കാഡമി ഫസ്റ്റ് അറ്റംപ്റ്റിൽ കുട്ടികളെ റാങ്ക് ലിസ്റ്റിൽ കയറ്റിയിട്ടുണ്ട്. നമ്മൾ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇവരിലൊക്കെ ഒരു കോമൺ പാറ്റേൺ അല്ലെങ്കിൽ ഒരു കോമൺ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഇത് ഷെയർ ചെയ്യുന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഫസ്റ്റ് നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും എന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. പല ആൾക്കാർക്കുള്ളൊരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ, ഇതൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, എനിക്ക് ഏതായാലും സെക്കൻഡും തേർഡും ചെയ്യുന്നവരോട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇതൊന്ന് വെറുതെ എഴുതി നോക്കാം, സെക്കൻഡും തേർഡും അറ്റംപ്റ്റിൽ കയറാം. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കയറുന്നവരോടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താൽ അവരാദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കയറണം. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഇസ് വാട്ട് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് തിങ്, നമ്മുടെ ഐലേണിൽ നമ്മുടെ പ്രിലിംസ് മെയിൻസ് ബാച്ച് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള സൈലേഷ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. സൈലേഷ് ഒരു ഓറിയൻറ്റേഷൻ സെഷനിൽ കുട്ടികളായിട്ട് ഷെയർ ചെയ്തൊരു കാര്യമാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, വളരെ എക്സ്ട്രാordinary ടാലൻ്റ് ഉള്ളവരോ എക്സ്ട്രാordinary ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നവരോ അല്ല ഈ പരീക്ഷ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കയറുന്നത്. വളരെ ഓർഡിനറി കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് 2 വർഷം കൃത്യമായിട്ട് ചെയ്യുന്നവരാണെന്ത് ഈ പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ കയറുന്നത്. ആൻഡ് ദിസ് ഇസ് നോട്ട് സംതിങ് എവ്രി വൺ ക്യാൻ ഡു. എന്താണ് വളരെ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ? അതായത് എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം മെജോറിറ്റി കുട്ടികളും ക്ലാസ്സിൽ വളരെ പാസീവായിട്ടായിരിക്കും ഇരിക്കുക. അതായത് ഫാക്കൽറ്റി പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇതൊരു എൻജോയ് ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണ്. പക്ഷെ ഒരു ചെറിയ ശതമാനം കുട്ടികൾ വളരെ ആക്റ്റീവ്ലിയാണ് ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അവർ മോസ്റ്റ് പ്രോബ്ലി 2 കളറുള്ള പേന കൊണ്ടുവരും. ഒരു കളറുള്ള പേന കൊണ്ട് ഫാക്കൽറ്റി പറയുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ സ്വന്തം വേർഡ്സിൽ മനസ്സിലാക്കി അവരുടെ നോട്ട് ഉണ്ടാക്കുന്നു. പിന്നെ ഫാക്കൽറ്റി എന്തെങ്കിലും ഡിക്റ്റേറ്റ് ചെയ്ത് തരുവാണെങ്കിൽ അത് മറ്റേ കളറിൽ എന്ത് ചെയ്യുന്നു, എഴുതുന്നു. അങ്ങനെ ആക്റ്റീവ്ലി ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഈ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് അവരുടെ നോട്ട്സ് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് റിവൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ രാവിലെ എഴുന്നേറ്റാൽ ഒന്നുകൂടി എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്യുന്നു. കുറച്ച് അങ്ങോട്ട് പോയ എല്ലാ ദിവസവും, കാരണം സിവിൽ സർവീസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. യു നീഡ് ടു മാസ്റ്റർ ദ ടെക്നിക്ക് ഓഫ് ക്രാക്കിംഗ് പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഹാവിങ് ഗുഡ് ആൻസർ റൈറ്റിംഗ് സ്കിൽസ്. ഈ കുട്ടികൾ എല്ലാ ദിവസവും എന്തൊക്കെ മടുപ്പും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും കുറച്ച് പ്രിലിംസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മെയിൻസ് ആൻസർ റൈറ്റിങ്ങിൽ അവർ ഫോക്കസ് ചെയ്യും. കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും പഠിച്ച് തീർന്നാലും തീർന്നില്ലെങ്കിലും അവർ മടുപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒരു 3 to 5 ആൻസേഴ്സ് എന്ത് ചെയ്യും, എഴുതും. ഇനി ഈ പറയുന്ന കാര്യങ്ങളൊന്നും എക്സ്ട്രോർഡിനറി കാര്യങ്ങളല്ല. ഇതൊക്കെ വളരെ ഓർഡിനറി കാര്യങ്ങളാണ്, ആർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് എല്ലാ ദിവസവും ചെയ്യുക എന്ന് പറയുന്നത് ആർക്കും പറ്റുന്ന കാര്യമല്ല. അത് ബോറിംഗ് ആണ്, അതിൽ പുതുമയില്ല, അതിൽ സ്പെഷ്യലായിട്ടൊന്നുമില്ല. പക്ഷേ ഈ വളരെ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ബോർഡമും ഓവർകം ചെയ്ത് ഡെയിലി കൺസിസ്റ്റൻ്റ്ലി മന്ത് ആഫ്റ്റർ മന്ത് 2 ഇയേഴ്സ് കൃത്യമായിട്ട് ചെയ്യുന്നവരാണ് എന്ത് ചെയ്യുന്നത്, ഈ പരീക്ഷ പാസ്സാവുന്നത്. സോ ദ മന്ത്ര ഓഫ് സിവിൽ സർവീസ് എക്സാമിനേഷൻ ഇസ് നോട്ട് ജീനിയസ്, ഇറ്റ് ഇസ് ഹാർഡ് വർക്ക്, ഇറ്റ് ഇസ് കൺസിസ്റ്റൻസി, ഇറ്റ് ഇസ് പെർസിവറൻസ്. സോ യു ക്യാൻ ഓൾസോ ക്വാളിഫൈ ദിസ് പെർട്ടിക്കുലർ എക്സാമിനേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റ്. ഫസ്റ്റ്, എനിക്കിത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പറ്റും എന്ന വിശ്വാസം വേണം. സെക്കൻഡ്, എത്ര മടുപ്പുണ്ടെങ്കിലും നമുക്കൊരു റൂട്ടീൻ ഉണ്ടാകും. അത് കറക്റ്റായിട്ട് ആ റൂട്ടീൻ എന്ത് ചെയ്യണം, നമ്മൾ ഫോളോ ചെയ്യണം. This, with the good guidance and support of an institution, the mentors and a test series, you can definitely crack the examination in the first attempt. Okay. All the best with your civil service journey. Kana. Thank you.